ഹായ് ഡിയേഴ്സ് എന്നൊരു അടിപൊളി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഹോട്ടൽ ഫുഡ് ഒഴിവാക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് കഴിക്കണ പോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുത്താലോ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് ചിക്കൻ്റെ പീസുകൾ, അതായത് എല്ലില്ലാത്ത ഭാഗങ്ങൾ. ഞാൻ കറിക്ക് വാങ്ങി വെച്ച ചിക്കനിൽ നിന്ന് കുറച്ചെടുത്തിട്ട് 3-4 പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് ക്യാബേജും കുറച്ച് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ഇനി ഇതിൽ നമുക്ക് എക്സ്ട്രാ എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വീട്ടിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം, കോളിഫ്ലവർ, ബീറ്റ്റൂട്ട്, അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഈ ചിക്കനും ക്യാരറ്റും ക്യാബേജും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി, സിമ്പിളായിട്ട് ആയി കിട്ടും. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. സോസ് അത്ര നല്ലതൊന്നുമല്ല, വേണമെങ്കിൽ മാത്രം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം സോസ് ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസാണ് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മയണൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ മയണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. പുറത്തുനിന്ന് മേടിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ മാക്സിമം അതൊക്കെ എല്ലാവരും ഒഴിവാക്കുക. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം സിമ്പിളായിട്ട്. മുട്ട പുഴുങ്ങിയെടുക്കുക. 2 മുട്ടയാണ് ഇപ്പോൾ എടുത്തിരിക്കണം. 2 മുട്ട പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്തതിന് ശേഷം ആ മുട്ടയുടെ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മഞ്ഞക്കറി നമുക്ക് വേണ്ട. മഞ്ഞക്കറി ഒന്നെങ്കിൽ നമുക്ക് ആ നേരത്തെ മിക്സ് ചെയ്തിട്ട് ആ കൂട്ടിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാം. പിന്നെ അതിലേക്ക് വേണ്ട ഒരു 4-5 വെളുത്തുള്ളിയുടെ കഷ്ണം വേണം. ഈ മുട്ടയുടെ വെള്ളയും വെളുത്തുള്ളിയുടെ കഷ്ണം, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക, മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതുമാതിരി നമുക്ക് ക്രീമായിട്ട് ശരിക്കും മയണൈസ് നമുക്ക് വീട്ടിൽ ഒരു 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മുട്ട പുഴുങ്ങി കിട്ടി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് സംഭവം നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോണത് ചപ്പാത്തി വേവിക്കുക. ചപ്പാത്തി വേവിച്ചിട്ട് ആ ചപ്പാത്തിയിലേക്ക് നമുക്ക് ഈ മയണൈസ് ഉണ്ടാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കുക, പുരട്ടി കൊടുക്കുക. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, ഒന്ന് റോൾ ചെയ്യുക. പിന്നെ നല്ല ഭംഗിയായിട്ടിരുന്ന് കഴിക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഹെൽത്തിയാണ്, പ്രത്യേകിച്ച് ഇതിലൊന്നും ചേർത്തിട്ടില്ല.